സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്നുണ്ടാവില്ല. 15-ാം തീയതിയോടെയേ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടികയാകൂ. സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യാൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. പാലക്കാട് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ് ദേശീയ നേതൃത്വം. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തുകൊണ്ടാണ് ഇന്ന് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? ഒപ്പം ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥിത്വ കാര്യത്തിൽ എന്ത് ധാരണയാണ് ഉണ്ടായിട്ടുള്ളത്? രേണുക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനായുള്ള നിർണായക ചർച്ചകളും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗവുമാണ് ഇന്ന് നടക്കുന്നത്. ഡൽഹിയിൽ 11 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതുകൊണ്ട് തന്നെ വേഗത്തിൽ പട്ടികയ്ക്ക് രൂപം നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്ന് അന്തിമ രൂപമാവുകയില്ല. ശനിയാഴ്ചയോ ഞായറാഴ്ചയോട് കൂടി മാത്രമേ പട്ടിക തയ്യാറാകാനുള്ള സാധ്യതയുള്ളൂ. 14-ാം തീയതി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹം കൂടി ഈ പട്ടികയ്ക്ക് അനുമതി നൽകണം. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പട്ടികയ്ക്ക് അന്തിമമായി അംഗീകാരം നൽകേണ്ടതുള്ളത്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകുമ്പോൾ ഇനിയും പട്ടികയ്ക്ക് കൂടി കാലതാമസം എടുത്തേക്കാം. ഏതായാലും ഈ പട്ടികയിൽ സംബന്ധിച്ച ഒരു അന്തിമ പേരുകളല്ല ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ നടത്തിയ ചർച്ചയിൽ തയ്യാറായിരിക്കുന്ന പേരുകളാണ് ഇപ്പോഴത്തെ സാധ്യതാ പട്ടികയിലുള്ളത്. അതിന്മേലാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗം ചേരുകയും ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തുന്ന തരത്തിൽ പട്ടികയ്ക്ക് ധാരണയാക്കാനുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. ഇതിൽ ചില സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിൽ ഇതിനകം തന്നെ തീരുമാനമായിട്ടുണ്ട്. അവർ മത്സരിക്കുമെന്നത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ശശി തരൂരും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. ഒപ്പം തന്നെ കോഴിക്കോട് MK രാഘവനും മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് DCC വ്യത്യസ്തമായ അഭിപ്രായമാണ് അറിയിച്ചിരുന്നത്. അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു പുതിയ ഫോർമുല പരിഗണനയിലുണ്ട്. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് സംസ്ഥാനത്ത് നിന്നുള്ള നേതൃത്വം. ഉമ്മൻചാണ്ടിയുടെ പേര് ഇടുക്കിയിലോ പത്തനംതിട്ടയിലോ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. പത്തനംതിട്ട പരിഗണിക്കുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് അതൊരു ഈസി വാക്ക് ഓവറായി മാറുമെന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് പാർട്ടിയിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ പത്തനംതിട്ടയിൽ നിന്നുള്ള സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണിയെ ഇടുക്കിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ് പരിഗണനയിൽ. ഉമ്മൻചാണ്ടി പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നീ 3 സീറ്റുകളിലും ഒരു കോൺഗ്രസ് UDF അനുകൂല തരംഗം ഉണ്ടാകുമെന്ന വിലയിരുത്തൽ കൂടി കോൺഗ്രസിനുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുന്നത്. അതേസമയം പാലക്കാട് ഷാഫി പറമ്പിലിന്റെ കാര്യം സജീവമായി പരിഗണിക്കുന്നു. VK ശ്രീകണ്ഠൻ, ലതിക സുഭാഷ് എന്നിവരുടെ പേരുകൾ പട്ടികയിലുണ്ടെങ്കിലും ഷാഫി പറമ്പിലിനെ പരിഗണിച്ചുകൊണ്ട് അവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കാമെന്ന അഭിപ്രായം പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. അക്കാര്യത്തിലും അന്തിമമായ ഒരു തീരുമാനമാകേണ്ടതുണ്ട്. അതേസമയം ആലപ്പുഴയുടെ കാര്യത്തിലാണ് പാർട്ടിക്ക് ഇപ്പോൾ വലിയ കീറാമുട്ടി ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന KC വേണുഗോപാൽ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹം ഇക്കുറി ആലപ്പുഴയിൽ മത്സരിക്കാനില്ല. ദേശീയ തലത്തിലുള്ള ഭാരിച്ച ചുമതലകൾ പരിഗണിക്കുമ്പോൾ മത്സരിക്കുക പ്രായോഗികമാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ KCയുടെ ആ നീക്കം മറ്റൊരു സീറ്റിന് വേണ്ടി, സുരക്ഷിതമായ വയനാട് മണ്ഡലത്തിന് വേണ്ടിയുള്ള നോട്ടമാണോ എന്ന തരത്തിലുള്ള അഭിയോഗങ്ങളുണ്ട്. അതേസമയം ഈ പറഞ്ഞ ഭാരിച്ച ഉത്തരവാദിത്തം അവിടെയും മത്സരിക്കുന്നതിന് പ്രശ്നം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണമായും മത്സര രംഗത്ത് നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നിപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് വരുന്ന സാധ്യതാ പട്ടികയിൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ KC വേണുഗോപാലിന്റെ പേരുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ഒപ്പം കണ്ണൂരിൽ നിന്ന് K സുധാകരന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം മത്സരിക്കാനുള്ള പൂർണ്ണ തീരുമാനം അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും ഒരു പാർട്ടിയുടെ മേലുള്ള ഒരു ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദം വേണ്ടി വന്നേക്കാം. വയനാട് മണ്ഡലത്തിലാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരുകൾ പറയുന്നത്. K മുരളീധരൻ അടക്കമുള്ളവരുടെ പേരുകളുണ്ട്. അവിടെയും സമവായമാകണം. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും കൃത്യമായ ഒരു പേരിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആലപ്പുഴയിലാകട്ടെ ഒരു പേരിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യവും. ഇതിലൊക്കെ ഒരു തീർപ്പാക്കുക എന്നത് തന്നെയാണ് ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുന്നിലുള്ള വെല്ലുവിളി. രേണുക, എം ഉണ്ണികൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.